Welcome to Garam Masala, the magic spices of cooking. ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചക്കക്കുരു ഉണ്ടാകും. ഇന്ന് നമുക്ക് ഈ ചക്കക്കുരുവിനെ എങ്ങനെ വേവിച്ചെടുക്കുന്നതിന് വേണ്ടി വൃത്തിയാക്കി എടുക്കാമെന്ന് നോക്കാം. പഴുത്ത ചക്കയുടെ കുരുവാണ് ഏറ്റവും നല്ലത്. ഇതുപോലെ നമുക്ക് ചക്കയിൽ നിന്നും കുരുവിനെ മാറ്റാം. ഇങ്ങനെ എടുത്തിട്ടുള്ള ചക്കക്കുരുവാണിത്. നമുക്ക് ഇതിൽ നിന്നും ഹെൽത്തിയായ കുരുകളെ എടുക്കണം. മുളച്ചു വന്ന കുരുകളോ അതുപോലെ തന്നെ കത്തി തട്ടി മുറിഞ്ഞ കുരുകളോ ഒന്നും ഉപയോഗിക്കരുത്. പെട്ടെന്ന് തന്നെയുള്ള ഉപയോഗത്തിനാണെങ്കിൽ ഇതെല്ലാം എടുക്കാം. സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ കുരുകളൊന്നും എടുക്കരുത്. ഇനി നമുക്കിതിനെ നന്നായി കഴുകിയെടുക്കണം. ഇങ്ങനെ കഴുകിയെടുത്തിട്ടുള്ള ഈ ചക്കക്കുരുവിനെ നമുക്ക് ഉണക്കിയെടുക്കാം. ഇതുപോലെ ന്യൂസ് പേപ്പർ വിരിച്ചോ അല്ലെങ്കിൽ ഒരു തുണി വിരിച്ചോ അതിന്റെ മുകളിലായി നമുക്ക് ചക്കക്കുരുവിനെ സ്പ്രെഡ് ചെയ്യാം. ഉണങ്ങിയതിനു ശേഷം നമുക്കിതിനെ പെട്ടെന്ന് തന്നെ തൊലിച്ചെടുക്കാൻ സാധിക്കും. പച്ച ചക്കക്കുരു തൊലിച്ചെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ചക്കക്കുരുവിന്റെ മുകൾ ഭാഗത്തെ വെള്ള കവറിങ്ങിനെ നമുക്ക് തൊലിച്ചെടുക്കാം. ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ബ്രൗൺ ലെയറിനെ എടുത്തു കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമുക്ക് എല്ലാ ചക്കക്കുരുവും പെട്ടെന്ന് തന്നെ വൃത്തിയാക്കാൻ സാധിക്കും. ഇനി നമുക്കിതിനെ സ്ലൈസ് ചെയ്യുകയോ ചോപ്പ് ചെയ്യുകയോ ചെയ്യാം. ഇതുപോലെ നമുക്ക് അടുത്ത ചക്കക്കുരു ക്ലീൻ ചെയ്യാം. ഇതിന്റെ മുകളിലെ വൈറ്റ് ലെയറിനെ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ പീൽ ചെയ്തെടുക്കാം. ബ്രൗൺ ലെയർ കളയേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിനെ സ്ലൈസ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് കുക്കിങ്ങിന് ആവശ്യമുള്ള ചക്കക്കുരുവിനെ തയ്യാറാക്കാം. താങ്ക് യു.